സംസ്ഥാനത്തെ ആദ്യ ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ പഞ്ചായത്ത് ഓഫീസ് പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുന്നോടിയായുള്ള നവീകരണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലെത്തി. അറ്റകുറ്റപ്പണികൾ പൂർത്തിയായ ഓഫീസിലേക്ക് ആവശ്യമുള്ള ഫർണിച്ചർ കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു. ഏറ്റവും വേഗത്തിൽ പഞ്ചായത്ത് ഓഫീസ് ഇടമലക്കുടിയിൽ പൂർണ്ണതോതിൽ പ്രവർത്തനം ആരംഭിക്കുന്നതിനുള്ള ഒരുക്കങ്ങളാണ് നടത്തുന്നത്. 2010 നവംബർ 1-നാണ് സംസ്ഥാനത്തെ ആദ്യ ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടി രൂപീകരിച്ചത്. ആനമുടി സംരക്ഷിത വനമേഖലയ്ക്കുള്ളിലെ 24 സെറ്റിൽമെന്റുകളിലായി മുതുവാൻ വിഭാഗത്തിൽപ്പെട്ട ഗോത്രവർഗക്കാർ താമസിക്കുന്ന സ്ഥലമാണ് ഇടമലക്കുടി. ഇവരുടെ ജീവിത സാഹചര്യങ്ങൾ വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് മൂന്നാർ പഞ്ചായത്തിലെ ഒരു വാർഡ് മാത്രമായിരുന്ന ഇടമലക്കുടിയെ സ്വതന്ത്ര പഞ്ചായത്താക്കി 2010 സർക്കാർ പ്രഖ്യാപിച്ചത്. വർഷം എത്ര പിന്നിട്ടിട്ടും ഇടമലക്കുടിയിൽ പൂർണ്ണതോതിൽ പഞ്ചായത്ത് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. ഏറ്റവും വേഗത്തിൽ പഞ്ചായത്ത് ഓഫീസ് ഇടമലക്കുടിയിൽ തന്നെ പ്രവർത്തനം ആരംഭിക്കുന്നതിനുള്ള ഒരുക്കങ്ങളാണ് നടത്തുന്നത്. ഇതിനു വേണ്ടുന്ന പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലെത്തി. അറ്റകുറ്റപ്പണികൾ പൂർത്തിയായ ഓഫീസിലേക്ക് ആവശ്യമുള്ള ഫർണിച്ചർ കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു. നിലവിൽ ദേവികുളത്തെ ക്യാമ്പ് ഓഫീസിൽ പ്രവർത്തിക്കുന്ന ഇടമലക്കുടി പഞ്ചായത്ത് ഓഫീസിൽ വനിതകളടക്കം 13 ജീവനക്കാരാണ് ജോലി ചെയ്യുന്നത്. ഓഫീസിന്റെ പ്രവർത്തനം പൂർണ്ണമായി ഇടമലക്കുടിയിലേക്ക് മാറുന്നതോടെ വനിതാ ജീവനക്കാർക്ക് താമസിക്കാനായി സൊസൈറ്റിക്കുടിയിലെ പഴയ അക്ഷയ കേന്ദ്രം പ്രവർത്തിച്ചിരുന്ന കെട്ടിടം തയ്യാറാക്കിയിട്ടുണ്ട്. പുരുഷന്മാർക്ക് താമസിക്കുന്നതിനുള്ള പുതിയ കെട്ടിടത്തിന് നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിൽ തന്നെ താമസ സൗകര്യം ഒരുക്കും. കാട്ടാന ശല്യം ഒഴിവാക്കുന്നതിനായി ഓഫീസ് കെട്ടിടത്തിന് ചുറ്റും ട്രെഞ്ച് നിർമ്മാണം പൂർത്തിയായി. ഓഫീസിലെ നെറ്റ് കണക്ഷൻ, കമ്പ്യൂട്ടറുകൾ എന്നിവ മാത്രമാണ് ഇനി ഒരുക്കാനുള്ളത്. ഓഫീസ് പൂർണ്ണതോതിൽ ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത് പ്രദേശവാസികൾക്ക് ആശ്വാസകരമാകും. ന്യൂസ് ബ്യൂറോ, അടിമാലി.